PLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവിങ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഗ്രോത്തും റീപ്രൊഡക്ഷനും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പക്ഷേ അവ ഡിഫൈനിങ് ഫീച്ചറായിട്ട് കണക്കാക്കുന്നില്ല. എന്തുകൊണ്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഈ വീഡിയോയിലൂടെ നമുക്ക് ലിവിങ് ഓർഗാനിസംസിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് മെറ്റബോളിസം. ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് മെറ്റബോളിസം. ഉദാഹരണമായിട്ട് സസ്യങ്ങൾ സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കാം. സൺലൈറ്റിൽ നിന്നുള്ള എനർജി സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ് എന്നിവയുടെ സഹായത്താൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഈ പ്രോസസ്സിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റാർച്ച് മോളിക്യൂൾസ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഗ്രാസിനെ ഭക്ഷണമാക്കുന്ന ഒരു കൗവിന്റെ സ്റ്റൊമക്കിൽ വെച്ച് സ്റ്റാർച്ച് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്ത് സ്മാളർ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആകുന്നു. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെല്ലിൽ എത്തിച്ചേരുകയും ഗ്ലൂക്കോസിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് സെൽ ഗ്രോത്ത് നടക്കുന്നു, കൗവില് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇങ്ങനെ ഡൈജഷന്റെ ഫലമായിട്ട് ഫുഡ് വിഘടിച്ച് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഇവ വീണ്ടും വിഘടിച്ച് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും നമുക്ക് മെറ്റബോളിസം എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കാം. All living organisms are made of chemicals. എല്ലാ ലിവിങ് ഓർഗാനിസംസും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കെമിക്കൽസ് കൊണ്ടാണ്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് കെമിക്കൽ മോളിക്യൂൾസ് ചേർന്നിട്ടാണ്. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, മിനറൽസ് തുടങ്ങി ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള മോളിക്യൂൾസുകൾ ചേർന്നിട്ടാണ് ഓരോ ലിവിങ് ഓർഗാനിസംസിൻ്റെയും ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കെമിക്കൽസുകൾ പരസ്പരം കൂടിച്ചേരുകയും അതുപോലെ തന്നെ വേർപെട്ടു പോവുകയും ചെയ്ത് പുതിയ കെമിക്കൽസ് ഉണ്ടാകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മോണോസാക്കറൈഡ്സ് എന്ന വിഭാഗത്തിൽ വരുന്ന മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നത്. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും കൂടിച്ചേർന്നിട്ടാണ് ലിപ്പിഡ്സ് എന്ന മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അങ്ങനെ ധാരാളം ശരീരത്തിൽ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലും ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിനെയൊക്കെ കൂടിച്ചേർത്ത് പറയുന്ന ഒറ്റ ടേമാണ് മെറ്റബോളിസം എന്ന് നമ്മൾ മനസ്സിലാക്കി. There are thousands of metabolic reactions occurring simultaneously inside all living organisms. അത് ഒരു ചെറിയ ബാക്ടീരിയൽ സെല്ലാകട്ടെ, ബാക്ടീരിയയൊക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് പ്രോകാരിയോട്സ്, അല്ലെങ്കിൽ ഫംഗസുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വലിയ ഓർഗാനിസംസ്, ഹ്യൂമൻ ബീയിങ്സ് ആയാലും മറ്റ് മാമൽസ് ആയാലോ റെപ്റ്റൈൽസ് ആയാലോ ബേർഡ്സ് ആയാലോ ഏത് തരത്തിലുള്ള അനിമൽസ് ആയിക്കോട്ടെ, യൂക്കാരിയോട്ടിക് അനിമൽസ് ആയിക്കോട്ടെ, അവയുടെ എല്ലാം ശരീരത്തിൽ ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നോ നോൺ ലിവിങ് ഒബ്ജക്ട്സ് എക്സിബിറ്റ് മെറ്റബോളിസം. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും മെറ്റബോളിസം കാണിക്കുന്നില്ല. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രോത്തും റീപ്രൊഡക്ഷനിലും
നമ്മൾ മനസ്സിലാക്കി അത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെങ്കിലും അത് ഡിഫൈനിങ് ഫീച്ചറായിട്ട് മാറുന്നില്ല. കാരണം എന്തുകൊണ്ട്? നോൺ ലിവിങ് ഒബ്ജക്ട്സും ഇത്തരം ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. എന്നാൽ മെറ്റബോളിസത്തിൻ്റെ കാര്യത്തിൽ നോ നോൺ ലിവിങ് ഒബ്ജക്ട് എക്സിബിറ്റ് മെറ്റബോളിസം. Metabolic reactions can be demonstrated outside the body in cell-free systems. Metabolic reactions ഒക്കെ നടക്കുന്നത് സെൽസിനകത്താണ്. എന്നാൽ സെൽസ് അല്ലാത്ത ഒരു മീഡിയത്തിൽ, സെല്ലില്ലാത്ത ഒരു മീഡിയത്തിൽ വെച്ച് നമുക്ക് മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇതാ ഇവിടെ പറയുന്നത്. സ്റ്റാർച്ച്, കുറച്ച് കഞ്ഞിവെള്ളം നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ വായിൽ നിന്നും വരുന്ന ഉമിനീര്, തുപ്പല് നമ്മൾ അതിലേക്ക് കുറച്ച് ഇറ്റിച്ചു വീഴിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് സ്റ്റാർച്ചിന് നമ്മുടെ ഉമിനീരിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്. സ്റ്റാർച്ചിന് സലൈവറി അമിലേസ് മാൾട്ടോസ് എന്ന് പറയുന്ന മറ്റൊരു ഡൈസാക്രൈഡ് മോളിക്യൂളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മെറ്റബോളിക് റിയാക്ഷനാണ്, സെൽസിനകത്ത് നടക്കുന്ന റിയാക്ഷനാണ്. പക്ഷേ നമുക്കിതിനെ ഒരു സെൽ ഫ്രീ സിസ്റ്റത്തിലെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്കിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. അപ്പം അതുകൊണ്ട് hence metabolism is a defining feature of all living organisms. Isolated metabolic reactions in vitro are not living things but surely living reactions. നേരത്തെ പറഞ്ഞ സ്റ്റാർച്ചിന് സലൈവറി അമിലേസ് മാൾട്ടേസ് ആക്കി മാറ്റുന്ന എക്സാമ്പിൾ പോലെ നമ്മൾ ഇൻ വിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി, നമ്മൾ ലബോറട്ടറിയിൽ നടത്തുന്നത്. ഇൻ വിവോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി, ബോഡിക്കകത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ടേമാണ് ഇൻ വിട്രോ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി ഓർ വിതിൻ ദ ലബോറട്ടറി എന്നുള്ള മീനിങ്ങിൽ. ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ്. അത് ലിവിങ് തിങ്സ് അല്ല, ബട്ട് ഷുവർലി ദേ ആർ ലിവിങ് റിയാക്ഷൻസ്. അപ്പോൾ മെറ്റബോളിസത്തിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? It is a defining feature of all living organisms. No non-living objects shows metabolism. All metabolic reactions are taking place inside the cells. ഈ metabolic reactions എല്ലാം നടക്കുന്നത് സെൽസിനകത്ത് വെച്ചാണ്. അതുകൊണ്ട് hence cellular organization of the body is the defining feature of life forms. അപ്പോൾ ലൈഫ് ഫോംസിൻ്റെ രണ്ട് ഡിഫൈനിങ് ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഒന്ന് മെറ്റബോളിസം ഡിഫൈനിങ് ഫീച്ചറാണ്, പിന്നെ സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് അനദർ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. അടുത്തതായിട്ട് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് മാറുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് കോൺഷ്യസ്നെസ് എന്ന വാക്കിൻ്റെ അർത്ഥം? ബോധാവസ്ഥ. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും അവർക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അത് ചെറിയ ബാക്ടീരിയ ആയിക്കോട്ടെ, വലിയ ഹ്യൂമൻ ബീയിങ്സ് ആയിക്കോട്ടെ, എല്ലാ ലിവിങ് ഓർഗാനിസംസിനും ഹാസ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ് and respond to these environmental stimuli, which could be physical, chemical or biological. For environmental stimuli, physical environmental stimulus ഉണ്ടാകാം. For example, temperature, pressure, light തുടങ്ങിയ physical phenomena, physical characters. For example, പ്ലാന്റ്സ് ലൈറ്റിൻ്റെ നേരെയാണ് വളരുന്നത്, പ്ലാന്റ്സിൻ്റെ റൂട്ട് വാട്ടറിൻ്റെ നേരെയാണ് വളരുന്നത്. കെമിക്കൽ സ്റ്റിമുലസുകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിലേക്ക് ബീസ് വന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഫ്ലവേഴ്സിൽ നിന്നും വരുന്ന നല്ല ഒരു ഫ്രാഗ്രൻസ് കൊണ്ടാണ്, സുഗന്ധം കൊണ്ടാണ്.
ഓർ ബയോളജിക്കൽ സ്റ്റിമുലസ്. ബയോളജിക്കൽ സ്റ്റിമുലസ് ആണ് നേരത്തെ പറഞ്ഞ ഫോട്ടോ പീരിയോഡിസം ഒക്കെ, ലൈറ്റിന്റെ നേരെ ഇലകൾ വളരുന്നത്, വാട്ടറിന്റെ നേരെ റൂട്ട്സ് വളരുന്നത്, ഇതൊക്കെ ബയോളജിക്കൽ സ്റ്റിമുലസ് ആണ്. അപ്പൊ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഹാസ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയോൺമെന്റൽ സ്റ്റിമുലസ്. ആ സ്റ്റിമുലസ് ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കൽ ആകാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണെങ്കിൽ, തൊട്ടാവാടി പ്ലാന്റ് ആണെങ്കിൽ അതിനെ ടച്ച് ചെയ്താൽ, ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് അതിന് കൊടുത്താൽ അത് ഇലകൾ ചുരുളുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചാണെങ്കിൽ വി സെൻസ് അവർ എൻവയോൺമെന്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. ഇപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസ് നമുക്കറിയാം. നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുന്നത് നമ്മുടെ ഐസ് കൊണ്ടാണ്, കണ്ണുകൾ കൊണ്ടാണ്, കേൾക്കുന്നത് ചെവി കൊണ്ടാണ്, ഇയേഴ്സ് കൊണ്ടാണ്. നമ്മൾ ടേസ്റ്റ് അറിയുന്നു ടങ് കൊണ്ടാണ്, സ്മെൽ അറിയുന്നു നോസ് കൊണ്ട്, അതുപോലെ ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കുന്നു സ്കിൻ കൊണ്ട്. അപ്പൊ അങ്ങനെ വി സെൻസ് അവർ എൻവയോൺമെന്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കോൺഷ്യസ്നെസ് കിട്ടാൻ വേണ്ടി നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ട്. എന്നാൽ പ്ലാന്റ്സിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിലോ, പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, other organisms, pollutants, etc. That means all organisms from the prokaryotes to the most complex eukaryotes can sense and respond to environmental cues. ഇപ്പോൾ പിക്ചറിൽ കാണുന്നത് പോലെ പ്ലാന്റ്സ് ലൈറ്റിന്റെ നേരെ വളരുന്നു, ഫോട്ടോട്രോപ്പിസം നമ്മൾ പറയും. അതുപോലെ തന്നെ റൂട്ട്സ് ആണെങ്കിൽ അത് താഴെ മണ്ണിലേക്ക് വളരുന്നു. അത് നമ്മൾ വാട്ടർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ജിയോട്രോപ്പിസം എന്ന ഫിനോമിനെ നമ്മൾ പറയാറുണ്ട്. പ്ലാന്റ്സ് ലീവ്സ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്, റൂട്ട്സ് ആണെങ്കിൽ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഓർഗാനിസംസും അവയ്ക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതിനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറാണ്. All organisms handle chemicals entering their bodies. All organisms therefore are aware of their surroundings. എല്ലാ ഓർഗാനിസംസും അവയുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കെമിക്കൽസിനോട് അവ പ്രതികരിക്കുന്നുണ്ട്, അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഓർഗാനിസംസും അത് അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. മനുഷ്യന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. ദാറ്റ് ഈസ് ഹാസ് സെൽഫ് കോൺഷ്യസ്നെസ്. ഇപ്പൊ മനുഷ്യൻ ആണ് ഒരേ ഒരു ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. സ്വയബോധം. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കണ്ണുകൾ എങ്ങനെ, എൻ്റെ മൂക്കുകൾ എങ്ങനെ, എൻ്റെ വായ എങ്ങനെ, അങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചുമുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഒരേ ഒരു ഓർഗാനിസം ഹ്യൂമൻ ബീയിങ്സ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബിക്കംസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഒരു നോൺ ലിവിങ് ഒബ്ജക്ട്സിനൊന്നും ഇത്തരം ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ലിവിങ് ഓർഗാനിസത്തിന്റെ മാത്രം ക്യാരക്ടറാണ്. സോ കോൺഷ്യസ്നെസ് therefore becomes the defining property of living organisms. ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഗ്രോത്ത് മനസ്സിലാക്കി, റീപ്രൊഡക്ഷൻ മനസ്സിലാക്കി, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. ഈ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവ ഫീച്ചറാണ്, പക്ഷേ ഡിഫൈനിങ് ഫീച്ചർ അല്ല. എന്നാൽ
മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്, ഇവയെല്ലാം ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, അതുപോലെ ഡിഫൈനിങ് ഫീച്ചറുമാണ്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഫീച്ചേഴ്സിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ it is the more difficult to define living state. When it comes to human beings, it is all the more difficult to define the living state. നമ്മൾ ഡിസ്കസ് ചെയ്ത ഫീച്ചേഴ്സ് വെച്ചിട്ട് ലിവിങ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് പറ്റുമോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പിക്ചറിൽ കാണുന്നത് ഒരു ICUവിൽ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ്. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതൊക്കെ സാധാരണ രീതിയിൽ കോമ സ്റ്റേജ് എന്ന് നമ്മൾ പറയും. കാരണം അവർക്ക് സെൽഫായിട്ട് എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഹാർട്ട്, ലങ്സ്, എസ്പെഷ്യലി ഹാർട്ടും ലങ്ങിനും ഒക്കെ പകരം മെഷീൻസ് കൊണ്ടാണ് ആ ശരീരം പ്രവർത്തിക്കുന്നത്. വി ഒബ്സർവ് പേഷ്യൻസ് ലൈയിങ് ഇൻ കോമ ഇൻ ഹോസ്പിറ്റൽസ് വെർച്വലി സപ്പോർട്ടഡ് ബൈ മെഷീൻസ് വിച്ച് റീപ്ലേസ് ഹാർട്ട് ആൻഡ് ലങ്സ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ബ്രെയിൻ ഡെഡ്, അവരുടെ തലച്ചോറ് മരിച്ചുപോയി എന്ന് നമുക്ക് പറയാം. ആ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ ആ കോമ സ്റ്റേജ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പിലേക്ക് അങ്ങ് മാറും. ദാറ്റ് മീൻസ് ഡെഡ് സ്റ്റേജിലേക്ക് മാറും. അപ്പോൾ ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് ദേ ഹാസ് നോ സെൽഫ് കോൺഷ്യസ്നെസ്. അവർക്കൊരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞതാണ് കോൺഷ്യസ്നെസ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളതാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാർ, കോമ സ്റ്റേജിൽ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ കിടക്കുന്നുവെന്നോ എത്ര സമയമായെന്നോ ഒരു ബോധവും അവർക്കുണ്ടാവില്ല. ദാറ്റ് മീൻസ് ദേ ഹാസ് നോ സെൽഫ് കോൺഷ്യസ്നെസ്. അപ്പം അങ്ങനെ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ല എന്ന് വെച്ചിട്ട് അയാൾ ലിവിങ് അല്ലാതാകുന്നു. അപ്പം ഇങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ അവർ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? സോ ദ ആൻസർ ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് ലിവിങ് സ്റ്റേറ്റ് എന്താണെന്നൊരു ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ലിവിങ് സ്റ്റേറ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും are due to a series of interactions. പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എല്ലാ ലിവിങ് ഫിനോമിനൻസും നടക്കുന്നത്. പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. ഇപ്പൊ സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ടിഷ്യൂസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്. ഓർഗൻസ് കൂടിച്ചേരുമ്പോഴാണ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സെല്ലിനുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല ഒരു ടിഷ്യൂവിനുള്ള പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സെൽസ് ബട്ട് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻസ് അമംഗ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സെൽസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സലൈവറി ഗ്ലാൻഡ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അതിലെ ഒരു സെല്ല് മാത്രം സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം സെക്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ സലൈവറി ഗ്ലാൻസിന്റെ എല്ലാ സെൽസും കൂടെ ചേർന്നിട്ടുള്ള ടിഷ്യൂസിന് മാത്രമേ ആ ഒരു എൻസൈം സെക്രീറ്റ് ചെയ്യാൻ സാധിക്കൂ. അതാണ് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സെൽസ്. ടിഷ്യൂസിനുള്ള പ്രോപ്പർട്ടി അതിന്റെ കമ്പോണൻസ് ആയ സെല്ലുകൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അവ എല്ലാം കൂടിച്ചേരുമ്പോഴാണ് ആ ഒരു പ്രോപ്പർട്ടി ടിഷ്യൂസിന് ലഭിക്കുന്നത്. സിമിലർലി, പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ ഓർഗനൽസ്. അപ്പോൾ നമ്മുടെ സെൽസിനകത്ത് തന്നെ ധാരാളം സെൽ ഓർഗനൽസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, സെൻട്രോസോംസ് ഉണ്ട്, അങ്ങനെ തുടങ്ങി ധാരാളം സെൽ ഓർഗനൽസ് ഉണ്ട്. എന്നാൽ ഈ സെൽ ഓർഗനൽസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മോളിക്യൂൾസുകൾ കൊണ്ടാണ്. മോളിക്യൂൾസുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗനൽ ഉണ്ടാകുന്നത്.
അപ്പൊ ഈ മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടി അല്ല ഓർഗനൽ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ നിർമ്മിക്കപ്പെട്ടുള്ള ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ പറഞ്ഞ് ധാരാളം മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്. ആ മോളിക്യൂൾസിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സെൽ ഓർഗനൽ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനല് നമ്മുടെ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ്. ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഓർഗനലാണ്. അപ്പൊ ഈ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പ്രോപ്പർട്ടീസ് അല്ല ഓർഗനൽ എന്നുള്ളത്. Properties of cellular organelles are not present in the molecular constituent of the organelle. പക്ഷേ പിന്നെ എങ്ങനെയാണ്? Arise as a result of interactions among the molecular components comprising the organelle. ഈ ഓർഗനൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഇന്ററാക്ഷൻസ് കൊണ്ടാണ് ഇത് ഓർഗനലിന് ആ പ്രോപ്പർട്ടി കിട്ടുന്നത്. സെൽ ഓർഗനൽസുകളുടെ ഇന്ററാക്ഷൻസ് വരുമ്പോഴാണ് സെല്ലിന് ആ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. സെല്ലിന്റെ പ്രോപ്പർട്ടീസ് കൂടി എല്ലാം കൂടി ചേരുമ്പോഴാണ് ടിഷ്യൂസിന് ആ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് കൂടി ചേരുമ്പോഴാണ് ഓർഗൻ ആ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. ഓർഗൻസുകൾ കൂടി ചേരുമ്പോഴാണ് ഓർഗൻ സിസ്റ്റത്തിന് ആ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. അങ്ങനെ എല്ലാം പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു ലിവിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. So we can say that what are living organisms എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? Living organisms are self-replicating, evolving and self-regulating interactive systems capable of responding to external stimuli. Living organism എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? They are self-replicate ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും, സ്വയം വിഭജിക്കാൻ കപ്പാസിറ്റി ഉള്ളതും, ഇവോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും, ദാറ്റ് മീൻസ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും, സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ, സ്വയം റെഗുലേറ്റ് ചെയ്യാൻ, ബോഡി ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇന്ററാക്റ്റീവ് സിസ്റ്റംസ് capable of responding to external stimuli. എക്സ്റ്റേണൽ സ്റ്റിമുലയോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള ഇന്ററാക്റ്റീവ് സിസ്റ്റംസ്, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനും ഇവോൾവ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കഴിവുള്ള ഇന്ററാക്റ്റീവ് സിസ്റ്റംസ് capable of responding to external stimuli നമുക്ക് എന്ത് പറയാം? ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ഇത് ഇന്ററാക്റ്റീവ് സിസ്റ്റമായിട്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തുടർന്നുള്ള ലെസൺസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. For video lessons, please subscribe TLB's biology classes. Thank you.